ഹലോ, ഇന്ന് വർക്കലയിലെ സെക്കൻഡ് ഡേ ആണ്. ഇപ്പം രാവിലെ 6:30 ആയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ 3 പേരും കൂടി ഒന്ന് ബീച്ചിലേക്ക് ഇറങ്ങിയതാണ്. ഈ ഒരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ കാണുന്നത് നോർത്ത് ക്ലിഫിന്റെ ഭാഗമാണ്. നമുക്ക് ഇതുവഴി വേണമെങ്കിൽ നടന്നാണേലും അങ്ങോട്ട് പോകാം. ഞങ്ങൾ ഇന്നലെ രാത്രി ഫുഡ് കഴിക്കാൻ പോയത് ആ ഒരു സൈഡിലായിരുന്നേ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഒരു 11 മണിക്കാണ് ഇവിടുന്ന് ചെക്കൗട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എൻ്റെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ മിസ്സായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പോകുന്നൊരു വീഡിയോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫുഡ് കഴിക്കുന്ന വീഡിയോസൊക്കെ എൻ്റെ നിന്ന് കുറച്ച് മിസ്സായി പോയി. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് കാപ്പിൽ ബീച്ചിലേക്കാണ്. കേരളത്തിലെ ഏറ്റവും മനോഹരമായ ബീച്ചുകളിൽ ഒന്നാണ് കാപ്പിൽ ബീച്ച്. ഒരു സൈഡിലെ അറബിക്കടലും മറു സൈഡിലെ കായലുമാണ് ഈ കാണുന്നത്. ഈ ഒരു ബീച്ച് നമ്മുടെ വർക്കലയുടെ തൊട്ടടുത്ത് തന്നെയാണ്. വർക്കലയിൽ നിന്ന് ഏകദേശം ഒരു 6-8 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ ഒരു ബീച്ചിലേക്ക്. ഇപ്പോൾ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങളിപ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് ഇറങ്ങുന്നത്. ഇപ്പൊ നല്ല രീതിയിൽ വെയിലുണ്ട്, പക്ഷെ കടലിന്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കാറ്റുമുണ്ട്. അതുകൊണ്ട് ചൂട് വലുതായിട്ട് അങ്ങനെ അറിയുന്നില്ല. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ബീച്ച് കാണാനായിട്ട്. നല്ല വൃത്തിയും ഉണ്ട് ഈ ഒരു ബീച്ചില്. എനിക്ക് തോന്നുന്നു വൈകുന്നേരം സമയങ്ങളിലൊക്കെ നല്ല തിരക്കുണ്ടായിരിക്കും ഈ ഒരു ബീച്ചില്. ഇപ്പൊ ഉച്ച ടൈമിലായതുകൊണ്ടാണ് ആരെയും കാണാത്തത്. ഇത് തൊട്ടടുത്ത് തന്നെയുള്ള കായലാണ് ഇത്. നല്ല തെളിഞ്ഞ വെള്ളം, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് ആ കുഞ്ഞു കുഞ്ഞായിട്ട് കാണുന്ന എല്ലാം ശംഖുകളാണേ. ഇനിയിപ്പോൾ ഞങ്ങൾ ഈ ഒരു തീരദേശ റോഡ് വഴിയാണ് കുറച്ചു ദൂരം പോകാന്ന് പ്ലാൻ ചെയ്തേക്കുന്നത്. കാരണം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ റോഡ് സൈഡൊക്കെ കാണാനായിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നത് മൺട്രോത്തുരുത്തിലേക്കാണ്. ഈ ഒരു തീരദേശ റോഡിൽ കൂടി പോകാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അധികം തിരക്കുകളൊന്നും ഇല്ല. ഇപ്പൊ കുറച്ചു ദൂരം ഞങ്ങൾ തീരദേശ റോഡിലൂടെ വന്ന് ഇനി ഞങ്ങൾ എൻഎച്ചിലോട്ടാണ് കയറാൻ പോകുന്നത്. അതുവഴിയാണ് ഞങ്ങൾ മൺട്രോത്തുരുത്തിലേക്ക് പോകാൻ പോകുന്നത്. ഇപ്പൊ മൺട്രോത്തുരുത്ത് എത്താറായിട്ടുണ്ട്. അപ്പൊ വരുന്ന വഴിക്ക് കുറെ ശിക്കാരി വള്ളങ്ങളും ബോട്ടുകളും ഹൗസ് ബോട്ടുകളും ഒക്കെയുണ്ട്. അപ്പൊ അവിടെ ആൾക്കാരൊക്കെ റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ടാകും. അപ്പൊ ഈ ഒരു ചേട്ടൻ നമ്മളെ കൈ കാണിച്ചായിരുന്നു. അപ്പൊ ഈ ഒരു ചേട്ടനൊക്കെ ചോദിച്ചപ്പോൾ 2 മണിക്കൂറിന് 1000 രൂപയാണ് റേറ്റ് പറഞ്ഞത്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഈ ഒരു വള്ളത്തില് കേറാന്ന് വെച്ചു. പേരെന്താ ചേട്ടന്റെ? അരുൺ. വീട് ഇവിടെ അടുത്ത് തന്നെ. കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലിനോട് ചേർന്ന ഒരു മനോഹരമായ ഗ്രാമമാണ് മൺട്രോത്തുരുത്ത്. കൊല്ലം നഗരത്തിൽ നിന്ന് ഏകദേശം 25 മുതൽ 30 കിലോമീറ്റർ ദൂരത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത്. 8 ചെറിയ ദ്വീപുകൾ ചേർന്നാണ് മൺട്രോത്തുരുത്ത് രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഫുള്ള് കറങ്ങി കാണിക്കുന്നതിനാണ് ടോട്ടല് 2 മണിക്കൂർ ടൈം പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ഒരു 2:30-3 മണിയൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെയിലുണ്ട്. അപ്പൊ ഇവര് തന്നെ നമുക്ക് കുടകളൊക്കെ തന്നിട്ടുണ്ട് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കുടകളൊക്കെ പിടിച്ചിരുന്നാണ് ഞങ്ങൾ പോണത്. മൺട്രോത്തുരുത്തിൽ നിന്നും ആളുകളൊക്കെ താമസം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വേറെ സ്ഥലങ്ങളിലേക്ക്. കാരണം വെള്ളപ്പൊക്കവും കാലാവസ്ഥാ മാറ്റവും യാത്രാ സൗകര്യങ്ങളുടെ കുറവും അതൊക്കെ കൊണ്ടാണ് ആളുകൾ താമസം മാറ്റുന്നത്. ഇപ്പൊ ഈ സ്ഥലങ്ങളൊക്കെ കൂടുതലായും റിസോർട്ടിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്.
ആ കാണുന്നത് കണ്ടൽ ചെടികളാണ്. മൺട്രോത്തുരുത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ് വെള്ളത്തിനരികിലൂടെ വളരുന്ന കണ്ടൽ ചെടികൾ. ബാക്ക് വാട്ടർ എക്കോസിസ്റ്റത്തിന്റെ പ്രധാന ഭാഗമാണ് ഇവ. ഈ കാണുന്നതാണ് അതിന്റെ വേര്. ഇവിടെ വരുന്നവർക്കാണെങ്കിൽ ഈ ഒരു സൈഡിൽ കൊണ്ടുവന്ന് നിർത്തി തരും. അപ്പം നമുക്ക് ഇവിടെ കയറി നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും. ആ ഒരു ചേട്ടൻ പറഞ്ഞു തന്നത് ഈ ഒരു വേരുകൾക്കിടയിൽ ഒത്തിരി ചെമ്മീൻ കുഞ്ഞുങ്ങളും ഒത്തിരി മീൻ കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടാകുവേ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു വള്ളത്തിൽ യാത്ര ചെയ്യുന്നത്. ഈ ഒരു മൺട്രോത്തുരുത്തിൽ വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഷിക്കാരി വള്ളത്തിനെക്കാട്ടിലും ഹൗസ് ബോട്ടിനെക്കാട്ടിലും കൂടുതൽ ഭംഗി ഈ ഒരു വള്ളത്തിൽ യാത്ര ചെയ്യുമ്പോഴാണ്. അപ്പം നിങ്ങൾ ഈ ഒരു മൺട്രോത്തുരുത്തിൽ വരുമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ വള്ളത്തിലൊന്ന് യാത്ര ചെയ്ത് നോക്കണേ. ഉറപ്പായിട്ട് നിങ്ങൾക്കത് ഇഷ്ടമാകും. ആ ഒരു കല്ലിന്റെ സൈഡിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് മുരിങ്ങയാണ്. അത് നമ്മുടെ കല്ലുമ്മക്കായൊക്കെ കഴിക്കണ പോലെയുള്ള ഒരു സാധനമാണ്. ആ കാണുന്ന സൈഡിലൊക്കെ ഇറങ്ങി നിൽക്കാൻ പറ്റും. അവിടെ ആൾക്കാരൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. മൺട്രോത്തുരുത്തിന്റെ ഹോട്ടലായാലും എന്തോ ആയാലും ഏറ്റവും വലിയ വിഭവമാണ് പാൽസ്. ഇതാണ് മെയിൻ. കക്ക, കരിമീൻ. ഓക്കെ, ഫോട്ടോ എടുത്തു. ഇപ്പൊ ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പം കേറിയ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മൺട്രോത്തുരുത്തില് ടെലിഫോൺ സ്റ്റേഷൻ്റെ അടുത്ത് നമ്മുടെ ലൊക്കേഷൻ. അപ്പൊ ആർക്കെങ്കിലും ഇങ്ങനെ വരാനായിട്ട് താല്പര്യമുള്ളവർ ഈ ചേട്ടനെ കോണ്ടാക്ട് ചെയ്താൽ മതി. ശരി. ഇപ്പോൾ ഒരു 4:30 ആയിട്ടുണ്ട്. ഞങ്ങളപ്പോൾ ഇതുവരെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഞങ്ങളിപ്പം കയറിയത് കുറച്ച് ചേച്ചിമാർ നടത്തുന്ന ഒരു കടയിലാണ് കയറിയത്. നല്ല നാടൻ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത്. അവിടുത്തെ ഫുഡ് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡായിരുന്നേ. ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇനി പുതിയൊരു വ്ളോഗുമായി കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.